ഹായ് ഫ്രണ്ട്സ്, ഓൺലൈൻ kpsc.blogspot.inലെ എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. ഡെയിലി കറണ്ട് അഫയേഴ്സ് 19/5/2020. കൃഷി, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം എന്നീ മേഖലയുടെ പുനർജീവനത്തിന് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം. കോവിഡ് സമൂഹ വ്യാപനം ഉണ്ടായോ എന്നറിയാൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആരംഭിച്ച പഠനം സീറോ സർവേ. ഇസ്രായേൽ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ബെന്യാമിൻ നെതന്യാഹു. പ്രതിരോധ മന്ത്രി ബെനി ഗാൻസ്. ചൈനീസ് സേനയുമായുള്ള സ്ഥിര സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഏത് അന്താരാഷ്ട്ര അതിർത്തിയിലെ സൈനിക ശേഷിയാണ് വർദ്ധിപ്പിക്കുന്നത്? ലഡാക്ക്. ഇന്ത്യയിൽ 2020 മെയ് 18 മുതൽ തുടങ്ങുന്ന എത്രാം ഘട്ട ലോക്ക്ഡൗൺ ആണ്? 4ാം ഘട്ടം. പഞ്ചായത്തുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾക്കായി തയ്യാറാക്കിയ പുതിയ സോഫ്റ്റ്വെയർ ഏതാണ്? ഇൻ്റഗ്രേറ്റഡ് ലോക്കൽ ഗവൺമെൻറ് മാനേജ്മെൻറ്റ് സൊല്യൂഷൻ എന്ന എൻ്റർപ്രൈസസ് റിസോഴ്സ് പ്ലാനിംഗ് സോഫ്റ്റ്വെയർ. ഇൻഫർമേഷൻ കേരള മിഷനാണ് സോഫ്റ്റ്വെയർ തയ്യാറാക്കിയത്. അന്താരാഷ്ട്ര മ്യൂസിയം ദിനം മെയ് 18. ലോക എയ്ഡ്സ് വാക്സിൻ ദിനം മെയ് 18. തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ 2020 മെയ് മാസത്തിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഉംപുൻ. കോവിഡ് രോഗികളുടെ ചികിത്സയ്ക്കായി സംസ്ഥാന ആദ്യമായി ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ആരംഭിച്ചത് ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൗസ്, കോഴിക്കോട്. മൾട്ടി മോഡ് ഡിജിറ്റൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതി PM-eവിദ്യ. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കുടുംബ അംഗങ്ങളുമായി മാനസികാരോഗ്യ വികസനത്തിനുള്ള പദ്ധതിയാണ് മനോദർപ്പൺ. അതിഥി തൊഴിലാളികളുടെ വിവരശേഖരണത്തിനായി വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പോർട്ടൽ NMIS, നാഷണൽ മൈഗ്രേഷൻ ഇൻഫർമേഷൻ സിസ്റ്റം. മെയ് 17 ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനം. തീം കണക്ട് 2030 ICTS ഫോർ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. ജമ്മു ആൻഡ് കാശ്മീർ ബാങ്കിൻ്റെ പുതിയ MD-ആയി നിയമിതനായ വ്യക്തി സുബൈർ ഇക്ബാൽ. 2020 മെയ്യിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയിലെ കോസ്റ്റ് ഗാർഡിൻ്റെ തദ്ദേശീയ നിർമ്മിത ഓഫ്ഷോർ പാട്രോൾ വെസൽ ICGS സാചേത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വയോജനങ്ങളുടെ സുരക്ഷയും സംരക്ഷണവും ലക്ഷ്യമാക്കി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ഗ്രാൻഡ് കെയർ. ഏത് രോഗത്തിൻ്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടാണ് കൊല്ലം ജില്ലയിലെ ബ്രേക്ക് ദ സൈക്കിൾ ക്യാമ്പയിൻ ആരംഭിച്ചത്? ഡെങ്കിപ്പനി. ആത്മനിർഭർ ഭാരത് പാക്കേജിൻ്റെ ഭാഗമായി കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനും സംരക്ഷണത്തിനും 50% സബ്സിഡി ലഭ്യമാക്കാനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ടോപ്പ് ടു ടോട്ടൽ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പുതിയ ഡയറക്ടർ ജനറൽ വി. വിദ്യാവതി. കോവിഡ് ലോക്ക്ഡൗണിന് ശേഷം ലോക കായിക രംഗത്ത് പുനരാരംഭിക്കപ്പെട്ട ആദ്യ പ്രമുഖ ടൂർണമെൻ്റാണ് ബുട്സ് ലീഗ് ജർമ്മനി. ഇന്ത്യൻ നാവിക ചരിത്രത്തിൽ ആദ്യമായി ഡിജിറ്റൽ മീഡിയം വഴി കമ്മീഷൻ ചെയ്യപ്പെട്ട കോസ്റ്റ് ഗാർഡ് കപ്പൽ SICGS സചേത്. അടുത്തിടെ ഒഴിവാക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ കരസേനയുടെ ആശ്വാസ സേനാ വിഭാഗമാണ് 61ാം കാവൽറി റെജിമെൻ്റ്. വുഹാൻ ഡയറി ഡിസ്പാച്ചസ് ഫ്രം എ ക്വാറന്റൈൻ സിറ്റി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഫാങ്. വിവർത്തനം മൈക്കൽ ബെറി. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 5 തരം ചീരകളുടെ കൃഷി ലക്ഷ്യമാക്കിയ ഇലക്കറി പദ്ധതി ആരംഭിച്ച ജില്ല തൃശൂർ. കർഷകരുടെ ഉന്നമനത്തിനായി രാജീവ് ഗാന്ധി കിസാൻ ന്യായ് യോജന ആരംഭിച്ച സംസ്ഥാനം ചണ്ഡീഗഡ്. COVID-19 പറ്റിയുള്ള സമ്പൂർണ്ണ വിവരം ലഭ്യമാക്കാനായി മിറാട്ട് COVID-19 ഡാഷ്ബോർഡ് ആരംഭിച്ച സ്ഥാപനം IIT ഗാന്ധിനഗർ. കർഷകരുടെ ഉന്നമനത്തിനായി രാജീവ് ഗാന്ധി കിസാൻ ന്യായ് യോജന ആരംഭിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ്. COVID-19 പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഇന്ത്യക്ക് വെന്റിലേറ്ററുകൾ നൽകുന്ന രാജ്യം അമേരിക്ക. 2020 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ബംഗ്ലാ പണ്ഡിതനാണ് പ്രൊഫസർ അനിസുസ്മാൻ. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കേരളത്തിൻ്റെ മുൻകരുതും ധീരതയും പ്രതികരിച്ചുകൊണ്ട് ലേഖനം പ്രസിദ്ധീകരിച്ച ബ്രിട്ടീഷ് ദിനപത്രം ദി ഗാർഡിയൻ. ഇന്ത്യയിലെ പ്രതിദിനം കോവിഡ് പരിശോധനകളുടെ എണ്ണം വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായി കൊബാസ് 6800 ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് മെഷീൻ സ്ഥാപിതമായ നഗരം ന്യൂഡൽഹി.
കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളെ ബോധവത്കരിക്കാനായി കേരള പോലീസ് പുറത്തിറക്കിയ ഹ്രസ്വചിത്രമാണ് മാസ്കിഫിക്കേഷൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥയിലുള്ള തരിശുഭൂമിയിൽ കൃഷി ആരംഭിക്കാനായി ദേവസ്വം ബോർഡിൻ്റെ പദ്ധതിയാണ് ദേവഹരിതം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സോട് അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായി വരാം. താങ്ക് യു.